ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളിലെല്ലാം 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിന് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിത് ഒറോട്ടിയും അരിപ്പത്തിലെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പത്തില് പൊടിയില്ലേ, അതാണ് 2 കപ്പ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തില് പൊടി എടുക്കുന്നതിൻ്റെ നേരെ പകുതിയാണ് പുട്ടുപൊടി എടുക്കേണ്ടത്. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മിക്സി ജാറിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പെരുംജീരകമാണ്. പെരുംജീരകം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ അധികം അരഞ്ഞു പോവാണ്ട് കുറച്ചൊന്ന് തരിതരി ആയിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ. അത് നമുക്ക് ആ പുട്ടുപൊടിൻ്റെയും പത്തിരിപ്പൊടിൻ്റെയും ആ ഒരു മിക്സിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. ഈ പൊടികളിലേക്ക് ഉപ്പും തേങ്ങയും പെരുംജീരകവും ഒക്കെ എല്ലാ സ്ഥലത്തും ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. ഞാനിതിപ്പോൾ നോർമൽ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചില പൊടിക്ക് ചൂടുവെള്ളം വേണ്ടി വരും, ചിലതിന് പച്ചവെള്ളം മതിയാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നില്ലേ, അതേപോലെ തന്നെ കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴക്കാം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം ഒന്ന് ഹാർഡായിട്ട് വരും, നമ്മൾ പുട്ടുപൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് ഇതേപോലത്തെ ബോളാക്കിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് വാഴയിലയിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഒരു കട്ടിയിൽ പരത്തിയിട്ടെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് പരത്തരുത്, ഓരോന്നോരോന്നായിട്ട് പരത്തിയിട്ട് വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരെണ്ണം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മാവിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതേപോലെ കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ഇതേപോലെ പൊങ്ങി വരും. എന്നിട്ട് നമ്മളൊരു 10-15 സെക്കൻഡ് അങ്ങനെ തന്നെ വെച്ചിട്ട് ആ സൈഡ് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡ് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നല്ല കളറിൽ റെഡി ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ റെഡി ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്പ്പത്തിലാണിത്. അരി അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതേപോലെ റെഡി ആയിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കറി ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അരി അരച്ചിട്ട് നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ പിൻ ചെയ്ത് വെക്കുക, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.